കേരള രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞനായ പോരാളി. നിയമസഭയിലെ കണക്കുകൾ കൊണ്ടും വസ്തുതകൾ കൊണ്ടും എതിരാളികളെ വിറപ്പിച്ച പ്രതിഭ. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് ഇന്ന് കേരളത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന VD സതീശൻ. ആരാണ് VD സതീശൻ? സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ആ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലായിരുന്നു വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ്റെ ജനനം. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അദ്ദേഹം. എറണാകുളം മഹാരാജാസ് കോളേജിലെ പഠനകാലം അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ പാകപ്പെടുത്തി. പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായും NSUIയുടെ ദേശീയ ഭാരവാഹിയായും തിളങ്ങി. 2001 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. പറവൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയ സതീശൻ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായി 5 തവണ പറവൂരിനെ പ്രതിനിധീകരിച്ച അദ്ദേഹം കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായി മാറി. ലളിതമായ ജീവിതശൈലിയും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും അദ്ദേഹത്തെ ജനപ്രിയനാക്കി. പറവൂരിലെ ഓരോ വോട്ടർക്കും അദ്ദേഹം കേവലം ഒരു MLA മാത്രമല്ല, സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയാണ്. ഒരു മികച്ച അഭിഭാഷകൻ കൂടിയായ VD സതീശൻ നിയമസഭയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പുലർത്തുന്ന കൃത്യത ശ്രദ്ധേയമാണ്. അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ഈ മഹാദുരന്തം എന്ന് ചരിത്രം വിധി എഴുതാൻ പോവുകയാണ്. സർ, ഡാം മാനേജ്മെന്റിന്റെ ABCD അറിയാൻ പാടില്ലാത്ത ആളുകളെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചതാരാണ് സർ? അതിനെ നിരീക്ഷിക്കാൻ ഗൗരവപൂർവമായ നടപടികൾ എടുക്കാൻ എന്തുകൊണ്ട് നമ്മൾ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളും കണക്കുകൾ നിരത്തിയുള്ള പ്രസംഗങ്ങളും അദ്ദേഹത്തിന് നിയമസഭയിലെ ബുദ്ധിരാക്ഷസൻ എന്ന പേര് നേടിക്കൊടുത്തു. സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല. തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ട് ഇടിച്ചത് ഇവൻ ആരാണ്? ആക്ഷൻ ഹീറോ ബിജു. നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത്? തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. പ്രളയകാലത്തെ പുനർജനി പദ്ധതി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ വികസന മാതൃകകൾ ഏറെ പ്രശംസിക്കപ്പെട്ടവയാണ്. 2021 തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. യുവ നേതൃത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സർക്കാരിൻ്റെ വീഴ്ചകൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിൽ അദ്ദേഹം വിജയിച്ചു. കാരണം സാർ, അദ്ദേഹം ചെയ്ത ഒരു കുറ്റകൃത്യം ബഹുമാനപ്പെട്ട CP ജയരാജൻ അന്ന് ചെയ്ത ഒരു ക്രിമിനൽ കുറ്റകൃത്യം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. അങ്ങ് ചെയ്തത് അങ്ങ് സ്പീക്കറുടെ കസേരയെടുത്ത് മറിച്ച് താഴേക്കിട്ട കാഴ്ച കേരളം മുഴുവൻ അങ്ങ് പ്രസംഗിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഈ പോരാട്ട വീര്യവും കൃത്യമായ നിലപാടുകളുമാണ് ഇന്ന് അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുന്ന ആധുനിക കേരളത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു നേതാവ്. VD സതീശൻ എന്ന ഭരണാധികാരിയിൽ കേരളത്തിന് വലിയ പ്രതീക്ഷകളുണ്ട്.
പ്രതിസന്ധികളിൽ തളരാതെ ലക്ഷ്യബോധത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്ര വരും തലമുറയ്ക്ക് ഒരു വലിയ പാഠമാണ്. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് VD സതീശൻ എങ്ങനെയൊക്കെ കരുത്തു പകരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.